വെൽക്കം ടു കക്കശ്ശേരീസ് വ്ളോഗ്. ഈ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് ക്രൂസിൻ്റെ അതിനകത്ത് ഏകദേശം 15 മേലെ ഏകദേശം 15 മുതൽ 20 ബാറുകളുണ്ട്. അപ്പോൾ അതിലൊരു ബാറിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിവിടെ പൈസ കൊടുത്തും കള്ളു വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ടും കള്ളു വാങ്ങാം. കള്ള് മീൻസ് മദ്യപാനം വാങ്ങാം. ഇവിടെ മദ്യപാനം മാത്രമല്ല, വെള്ളം കിട്ടും, പിന്നെ മദ്യപാനം ഇല്ലാത്ത കോക്ടെയിൽസും കിട്ടും. ലിക്കർ ആഡ് ചെയ്യാത്ത, ആൽക്കഹോൾ ആഡ് ചെയ്യാത്ത ലിക്കേഴ്സും കിട്ടും, അല്ലെങ്കിൽ കോക്ടെയിൽസ് അല്ലെങ്കിൽ മോക്ടെയിൽസും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ്, ഒരു മെനു ആണത്. ഇനി പറയാൻ പോണ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാർഡിൻ്റെ ഉപയോഗമാണ്. ഈ കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ കപ്പലിൽ കയറുമ്പോൾ ഈ കാർഡ് കിട്ടും. പക്ഷെ ഞാൻ ഈ കാർഡ് എടുത്തോടുകൂടി തന്നെ ഡീലക്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്. ഈ ഡീലക്സ് പാക്കേജ് പറഞ്ഞാൽ ഇതിന് മേലെ പാക്കേജ് ഇല്ല. ഓക്കെ, എടുത്തുള്ള ഗുണം എന്ന് പറയുന്നത് യു ക്യാൻ ബൈ അൺലിമിറ്റഡ് ലിക്കർ, അൺലിമിറ്റഡ് കോഫി, അൺലിമിറ്റഡ് എന്തുവാണെങ്കിലും അൺലിമിറ്റഡ്. കാപ്പി, ചായ, വെള്ളം എന്തുവാണെങ്കിലും, അതായത് ഈ ബാറിൽ നിന്ന് കിട്ടാവുന്ന എന്തും നിങ്ങൾക്ക്, അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടാവുന്ന എന്തും നിങ്ങൾക്ക് വാങ്ങാം, അൺലിമിറ്റഡ്. ഒരു കണക്കിൽ ഒരു കുപ്പിയോ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടില്ല. ഒരു കുപ്പി ഓരോ പ്രാവശ്യം ഓരോ സെർവിങ് ആണ്. ഇപ്പോൾ ഒരെണ്ണം എടുത്തു, ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് തിരിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് തന്നെ തരും. ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും തരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളത് കൂടുതലും സിംഗിൾ മാൾട്ടിൻ്റെ സാധനങ്ങളാണ്. അതുപോലെ തന്നെ കോക്ടെയിലും സാധനങ്ങളും അടിച്ചു. ഇല്ല, ഇതിപ്പോൾ എൻ്റെ പേരിൽ ഡീലക്സ് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ താമസിക്കുന്ന ആളുടെ പേരിലും ഡീലക്സ് കാർഡ് തന്നെ വേണം. അതാണ് ഇവരുടെ കമ്പനി പോളിസി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് മദ്യം കഴിക്കാനുള്ള വിരോധമുണ്ടെന്നും അതുപോലെ കഴിക്കുന്നതിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിഫ്രഷിംഗ് പാക്കേജ് മാത്രമാണ് എടുത്തത്. പക്ഷെ അതങ്ങനെ തരില്ല അവർ. നമ്മളൊരു ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു സ്റ്റേറ്റ് റൂമിൽ, അത് ഞാനും വൈഫ് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സെയിം പാക്കേജ് തന്നെ ആയിരിക്കും എൻ്റെ ഭാര്യയ്ക്കും കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഒരു പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം $800 അടുത്ത് വരും. അതായത് എനിക്കും നിനക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ, അതായത് പക്ഷേ അത് 800 അമ്മയെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു നന്നായി കഴിക്കുന്ന ഒരു മദ്യം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ലാഭമാണ്. അതെ, മുതലാക്കും. ഞാൻ ഏകദേശം മുതലാക്കാൻ, നമ്മളങ്ങനെ മദ്യപാനം കഴിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഒരു ദിവസം ഒരു 5 or 6 വരെ പോയി കഴിക്കാൻ പറ്റും. പക്ഷെ അതിന് മേലെ 14 പേക്ക് കഴിക്കുന്ന ആൾക്കാർക്കുണ്ട്. 14 പേക്ക് അല്ലെങ്കിൽ 15 പേക്ക് തന്നെ കുപ്പിയായി. അതെ, അപ്പോൾ 15 പേക്ക് കടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. നല്ല ടാങ്കേഴ്സ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വെള്ളക്കാരെ കാര്യം പറഞ്ഞിട്ടല്ലോ, അവരൊക്കെ ടാങ്കർമാരുടെ ആൾക്കാരാണ്. സോ ഞാൻ ഈ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതിപ്പോൾ അവളുടെ ഭാര്യയുടെ കാർഡാണ്. അതിൽ ജസ്റ്റ് റിഫ്രഷ്മെന്റ് പാക്കേജിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ ഡീലക്സ് റിഫ്രഷ്മെന്റ് പാക്കേജ്, കാപ്പി, സ്പെഷ്യാലിറ്റി കോഫീസും, അതുപോലെ തന്നെ സ്റ്റാർബക്സ് പറ്റില്ല. സ്റ്റാർബക്സ് പോലെ ക്യാപ്പിച്ചിനോ കഴിക്കാം. പക്ഷേ ബാക്കിയുള്ള കോക്ക്, അൺലിമിറ്റഡ് കോക്ക്, അൺലിമിറ്റഡ് പോപ്സ്, ഇവിടെ പോപ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സോഡ, അതൊക്കെ കഴിക്കാം. പിന്നെ വേറൊന്നുമില്ല ഇതൊക്കെയാണ്. പിന്നെ നോർമൽ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഈ കാണുന്ന നോൺ ആൽക്കഹോളിക്സിന് താഴെ വരുന്നത് 0 പ്രൂഫ് 4 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡ് ബ്ലൂ എനർജി ഡ്രിങ്ക്സും അങ്ങനത്തെ എനർജി ഡ്രിങ്ക്സ് അൺലിമിറ്റഡ് ആണ്. ഇനി സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കലൻ എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ നല്ല സിംഗിൾ മാൾട്ട് കിട്ടാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലെൻഫിഡിച്ചും പിന്നെ ഗ്ലെൻലിവിറ്റും അതൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം ട്രൈ ചെയ്തിട്ട് എല്ലാം
കഴിച്ചു നോക്കിയിട്ടുണ്ട്. നീറ്റ് അടിച്ചു, ഓൺറോക്സ് അടിച്ചു, പിന്നെ ഒരു പേരിന് ജിഞ്ചർ അയിലൊക്കെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു ലഞ്ച് ഡിഷും അല്ലെങ്കിൽ മെക്കലൻ ഉണ്ടെങ്കിൽ മെക്കലനും നീറ്റ്. നിനക്കെന്താ വേണ്ടത്? കാപ്പി കുടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിൻ്റെ ഉപയോഗവും ഈ ബാറുകളുടെ കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു പാക്കേജ് വാല്യുബിളാണ്, യൂസ്ഫുള്ളാണ്. യൂസ്ഫുള്ളാണ്. പിന്നെന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു പെഗിന് ഇപ്പോൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ട് ബിയർ ഇതിനൊക്കെ $8, $7.4 അങ്ങനത്തെ വരും. പ്ലസ് ഒരു ടാക്സ്. സിംഗിൾ മാൾട്ട് ഇതിൽ എഴുതാൻ ചാൻസ് കുറവാണ്. പക്ഷേ സിംഗിൾ മാൾട്ടൊക്കെ വരുമ്പോൾ ഒരു $17 വരുന്നത്. പക്ഷെ ഒരു പെഗ് മാത്രം അടിക്കുന്ന ആളാണെങ്കിൽ 7 ദിവസത്തേക്ക് എത്ര വരുന്നത്? $100, $150 അതിലൊതുക്കാം. വിതിൻ 200 ഒതുക്കാം. പക്ഷേ ഇതിൽ മുതലാക്കാൻ വരാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്കേജ് എടുക്കാൻ നല്ലതാണ്. അപ്പോൾ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇവർക്ക് ഓണർഷിപ്പുള്ള കുറേ ഐലൻഡുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കാം. അതായത് കപ്പലിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് പോകുമ്പോൾ ഈ കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും അവിടെ ഇറങ്ങുന്ന സമയത്ത്. അല്ലെങ്കിൽ സാധാരണ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മെക്സിക്കോടൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് കപ്പലിനകത്ത് അൺലിമിറ്റഡ് കഴിക്കാം. മോർണിംഗ് 9 to ഈവനിങ് 11 വരെ തുറന്നിരിക്കുന്നതുകൊണ്ട് ചിലത് ഈവനിങ് 5 തുടങ്ങിയിട്ട് രാത്രി 2 മണി വരെ തുറന്നിരിക്കുന്ന ബാറുകളുണ്ട്. പ്രത്യേകിച്ച് ഈ കാസിനോയിലും അതൊക്കെ പാതിരാത്രി വരെ ഇരുന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഡീറ്റെയിൽസ്. സോ get me a neat. You got Macallan? Get me a Glenfiddich neat. Best is within my package. Yeah.